പാർത്തോ? ഒടുവിൽ ഇസ്രായേൽ ആ രഹസ്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസ്മയിൽ ഹനിയ ഹൂറികളുടെ അടുത്ത് പോയി അർമാദിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. അതായത് നമ്മുടെ ഇവിടെ ആലുവയിൽ ഇസ്മയിൽ ഹനിയയുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഓട്ടോക്കാരൻ സഞ്ചരിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം കേരളത്തിൽ പോലും ഇസ്മയിൽ ഹനിയ ആരാധകർ ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇസ്മയിൽ ഹനിയെ മൊസാദ് തീർത്തത് അതൊരു ഒന്നൊന്നര തീർപ്പായിരുന്നു അല്ലേ? ധന്യ പറഞ്ഞതുപോലെ അതൊരു ഒന്നൊന്നര അട്ടിമറിക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര തീർക്കൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന യഹിയ സിൻവറിനെ തീർത്തത് ആരാണ് എന്നൊരു ചോദ്യം പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ ലോകമൊക്കെ ചോദിച്ചപ്പോൾ അത് ഇസ്രായേൽ സമ്മതിച്ചിരുന്നു, പരോക്ഷമായിട്ടെങ്കിലും സമ്മതിച്ചു, ഞങ്ങൾ തന്നെയാണ് അത് തീർത്തത് എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഹസൻ നസ്രുള്ളയെയും പിന്നെ ഏകദേശം ഇസ്രായേൽ തന്നെയാണ് പണി കൊടുത്തത് എന്നുള്ളതും നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഇസ്മയിൽ ഹനിയയുടെ കാര്യത്തിൽ ഇസ്രായേൽ തന്നെയാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് അതോ അമേരിക്കയാണോ മറ്റേതെങ്കിലും സംഘടനയാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇസ്മയിൽ ഹനിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ വധിക്കാൻ മാത്രം ഇസ്രായേൽ വളർന്നിട്ടില്ല എന്നൊക്കെ ചില സുഡാപ്പികളുടെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ചില ആളുകൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പിൽ അദ്ദേഹം ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതായത് യഹിയ സിൻവറിനെ വധിച്ച കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സിറിയയിൽ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നിൽ ഞങ്ങളുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ബാഷർ അൽ അസദിനെ എന്തിന് ഇസ്രായേൽ അട്ടിമറിക്കണം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഷിയ തീവ്രവാദ ഭരണകൂടങ്ങൾക്കെതിരെ ഷിയ ഭരണകൂടങ്ങൾ, അതായത് ഇറാൻ ഷിയ ഭരണകൂടമാണ്. ഈ ഇറാനാണ് ഈ പറയുന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലോകത്ത് ഷിയ തീവ്രവാദം ഇങ്ങനെ കത്തിച്ചു നിർത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സഹായിയാണ് ഈ ബാഷർ അൽ അസദ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ പുതിയ വന്ന ആളുകൾ അത്ര നല്ല ആളുകളൊന്നുമല്ല, പക്ഷേ ഇവരെക്കാൾ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് ബാഷർ അൽ അസദിനെ വരെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ഇടപെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന വിവരം. ഇപ്പോൾ ഇസ്മയിൽ ഹനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്മയിൽ ഹനിയയ്ക്ക് നേരെ എന്താണ് ഈ പറയുന്ന മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ തീർത്തു കളഞ്ഞതാണ് എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഹൂത്തികളുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ തകർക്കുമെന്നും അവരുടെ നേതാക്കളുടെ തലയറക്കുമെന്നും ഹനിയയെ, സിൻവറിനെ, ഹസൻ നസ്രുള്ളയെ ഇവരെയൊക്കെ ചെയ്തതുപോലെ ടെഹ്റാൻ, ഗാസ, ലബനൻ എന്നിവിടങ്ങളിലെന്ന പോലെ ഹൊയ്ദയിലും സനായിലും ഞങ്ങളത് ചെയ്യും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൊയ്ദയിലും സനായിലും അത് ചെയ്യുമെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 31 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ഗാസയിലെ ഹമാസ് നേതാവായിരുന്ന യഹിയ സിൻവർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി എത്തി. പിൻഗാമിയെ വന്നതേ ഓർമ്മയുള്ളൂ. അതായത് ഒരാൾ വരുന്നു, തീർക്കുന്നു, അടുത്തയാൾ വരുന്നു, തീർക്കുന്നു, അതിൻ്റെ അടുത്ത ആൾ വരുന്നു, തീർക്കുന്നു. ഇപ്പം ബാക്കിയുള്ള ആളുകൾക്ക് വരാൻ പേടിയാണ്. കാരണം ഇത് ആരാണ് അടുത്ത ബലിമൃഗം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് തെക്കൻ ഗാസയിൽ വെച്ചിട്ടാണ് സിൻവറിനെ ഇസ്രായേൽ വധിക്കുന്നത്. മൊസാദിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് സിൻവറിനെ വധിച്ചു. ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിലും വധിച്ചു. ഇത് ആരോടാണ് പറയുന്നത്? ഹൂത്തികളോടാണ് പറയുന്നത്. യമനിലെ ഹൂത്തികളോട് പറയുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ചെയ്തതുപോലെ അവിടെ പട്ടക്കം വെച്ച് പൊട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇനിയും തല പൊക്കി ഞങ്ങളുടെ നേർക്ക് വരാനാണ് ഉദ്ദേശമെങ്കിൽ തീർത്ത് കളയും എന്ന് തന്നെയാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയെ മാറ്റി ഇസ്രായേൽ കാറ്റ്സിനെ കൊണ്ടുവന്നത് തന്നെ നല്ല തീരുമാനമായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്ന് ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് ഒരു യുദ്ധ സമയത്ത് പ്രതിരോധ മന്ത്രിയെ, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയെ പെട്ടെന്ന് മാറ്റി ഇസ്രായേൽ കാറ്റ്സിനെ പോലെ ഒരാളെ വെക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നത്തെ പ്രതിരോധ മന്ത്രിക്ക് ഉണ്ടായിരുന്നു. അത് ഒരു യുദ്ധം നയിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് ഇസ്രായേൽ കാറ്റ്സിനെ കൊണ്ടുവരുന്നതെന്നായിരുന്നു. പക്ഷെ കൊണ്ടുവന്ന ആൾ പഴയ ആളേക്കാൾ ഭീകരനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി വെട്ടാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരാൻ പറഞ്ഞത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു വെട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി കൊന്നിട്ട് വരൂ എന്ന് പറയുന്ന ആളാണ് പുതിയ പ്രതിരോധ മന്ത്രി എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിൻവറിൻ്റെയും നസ്രുള്ളയുടെയും മരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നെങ്കിലും ഹനിയയെ വധിച്ചത് തങ്ങളാണെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു.
ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹനിയെ ഞങ്ങൾ ബാക്കി രണ്ടുപേരെയും വധിച്ച ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഹനിയെ വധിച്ച ഞങ്ങളാണെന്ന് സമ്മതിക്കാൻ എത്ര മടി? കാര്യം അവിടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അവിടെ മിസൈൽ ആക്രമണം നടത്തി ഒരു നേതാവിനെ തട്ടിക്കളയുകയായിരുന്നു. അത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ചില നയതന്ത്രപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ പേരിലാണ് ഇസ്രായേൽ അത് സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ക്യാൻസർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പോയി പണി നോക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പുള്ളി അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. US-ന്റെ പിന്തുണ, അതായത് അമേരിക്കയുടെ പിന്തുണ കൂടി ഈ പറയുന്ന ഈ ഭീകരന്മാരെ വധിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സിറിയയിലെ ബാഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച് തിന്മയുടെ അച്ചുതണ്ടിന് ശക്തമായ പ്രഹരമേൽപ്പിച്ചെന്ന് കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അച്ചുതണ്ടിൽ അവസാനത്തേതായ യമനിലെ ഹൂത്തികൾക്കും കനത്ത അടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഈ അച്ചുതണ്ട് ഏകദേശം അവസാനിക്കുകയാണ്. ഇവിടെ പാലസ്തീനിൽ ഹമാസ് വലിയ പ്രശ്നമുണ്ടാക്കി ഇസ്രായേലിനെതിരെ നീങ്ങി, അവരാണ് തുടക്കമിട്ടത്. അതോടുകൂടി അവിടുന്ന് ഹമാസ് വരുന്നു, തിരിച്ച് ഇറാനിലെ ഈ പറയുന്ന പോലെ ലബനനിലെ തീവ്രവാദ സംഘടനകൾ വരുന്നു, ഹൂത്തികൾ ഇവരെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ഹിസ്ബുള്ള ആക്രമിക്കുന്നു. ഓരോന്നിനെയായി ഒരു കൊച്ചു രാജ്യം ഇത്രയധികം തീവ്രവാദ സംഘടനകളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ കഴിവുകളും അവരുടെ സാങ്കേതിക മികവിലുള്ള മുന്നോട്ട് പോക്ക് ഏറെ പുരോഗമിച്ച രീതിയിലുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചാരപ്രവർത്തനം. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അത് മൊസാദിന് എന്നല്ലാതെ ഒരു അഭിപ്രായം നമുക്കില്ല. അമേരിക്കയുടെ CIA പോലും ഇത് കഴിഞ്ഞിട്ട് മാത്രമാണ് പറയുന്നത്, മൊസാദ് കഴിഞ്ഞിട്ടേ അവരും ഉള്ളൂ. എവിടെയും അതിക്രമിച്ച് കയറി തന്ത്രങ്ങൾ ഒരുക്കി ഒരു 4 വർഷം കഴിഞ്ഞിട്ടൊരു ഭീകരനെ വധിക്കണമെങ്കിൽ അവർ ഇന്നേ പ്രിപ്പറേഷൻ തുടങ്ങും. അവിടെ അവരെ എത്തിക്കണം, അത് എത്തിക്കാൻ എന്ത് ചെയ്യണം, അവിടെ അതിന് വേണ്ടെങ്കിൽ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കണമെങ്കിൽ അങ്ങനെ അട്ടിമറിക്കണം. ഇവിടെ ഈ പറയുന്ന അതായത് യഹിയ സിൻവറിന് ശേഷം യഹിയ സിൻവറിന് മുമ്പ് ഹസൻ നസ്രുള്ളയെ വധിച്ചിരുന്നു. ഹസൻ നസ്രുള്ളയെ വധിക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്തത് മറ്റൊരു രാജ്യത്ത്, അതായത് ഇറാൻ്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ഇവരെ അത്രയ്ക്ക് പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇറാൻ്റെ എല്ലാ സൈനിക ശേഷിയെയും അട്ടിമറിച്ചുകൊണ്ട് ഒരു താമസിക്കുന്ന ഒരു മുറി താഴെ നിന്ന് ബോംബാക്രമണത്തിലൂടെ ചതറിച്ച് കളയുകയായിരുന്നു. അങ്ങനെ ചതറിച്ച് കളഞ്ഞപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളാണ് മരണപ്പെട്ടത്. മറ്റൊരു ഇറാൻ പൗരനും ഇറാൻ പട്ടാളവും ഒന്നും അവിടെ കൊല്ലപ്പെട്ടില്ല. അത്രയ്ക്ക് തന്ത്രപ്രധാനമായ കൃത്യമായ ചരടുവലികളിലൂടെ തങ്ങളുടെ ശത്രുക്കളെ ഒതുക്കിക്കളയുന്ന ഒരു രീതി ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇതൊക്കെ സമ്മതിക്കുന്നതിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഏകദേശം എല്ലാ യുദ്ധങ്ങളും ജയിച്ചിരിക്കുന്നു, ഹമാസിനെ തീർത്തിരിക്കുന്നു, ഹിസ്ബുള്ളയെ ഒരു വഴിക്കാക്കിയിരിക്കുന്നു, അതുപോലെ തന്നെ ലെബനനിലെ ചില തീവ്രവാദികളെ ഒരു സൈഡിലോട്ടാക്കി ഇറാന്റെ ഭരണകൂടത്തെ ഏകദേശം അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആക്കിയിരിക്കുന്നു. സിറിയയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അവസാനം ഹൂത്തികളോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, നിങ്ങൾ ഇനിയും കളിക്കാൻ നിന്നാൽ നിങ്ങൾ പോലും യമനിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ കാറ്റ്സ് ഈ നിലപാടെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.